പത്മജ വേണുഗോപാൽ, അതായത് കെ കരുണാകരൻ്റെ മകള് BJPയിൽ ജോയിൻ ചെയ്തു. ടെലിവിഷൻ ചാനലിലൊക്കെ കോൺഗ്രസ് നേതാക്കൾ പൊട്ടിത്തെറിക്കുന്നു. പ്രത്യേകിച്ച് ഏറ്റവും വികാരശോഭനായി പൊട്ടിത്തെറിച്ചത് പത്മജയുടെ ബ്രദറായ K മുരളീധരനാണ്. അപ്പം പല ആൾക്കാരും പല കോൺഗ്രസ് നേതാക്കളും അന്യോന്യം പറയുന്നൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും, അതായത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതിയിലെ മെമ്പറാണ്, കോൺഗ്രസ് ഏറ്റവും കൂടുതൽ അവർക്ക് മത്സരിക്കുവാനായിട്ട് പല സീറ്റുകൾ കൊടുത്ത് അവരെല്ലാവരും പരാജയപ്പെട്ടു, അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നാണ് അവർ നേടിയത്, പിന്നെ എന്തുകൊണ്ടാണ് അവർ BJPയിലേക്ക് പോയത്? പത്മജയുടെ കമൻറ്റ് വരുന്നുണ്ട്. ഇതിനെപ്പറ്റി വളരെ നാളുകളായിട്ട് AICCയുടെ സംഘടനാ ഇൻചാർജ് KC വേണുഗോപാലിനെ ധരിപ്പിച്ചിട്ടുണ്ട്. അവരെ ഈ പാർട്ടിക്കകത്ത് ഒതുക്കുവാൻ വേണ്ടി ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മറ്റെല്ലാ കാരണമുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് അവർ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും BJPയിലേക്ക് പോയത്. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഉണ്ട്. അതായത് രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ K കരുണാകരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളിൽ അദ്ദേഹം ജീവനോടിരുന്ന സമയത്ത് 5 നേതാക്കളെ എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ പ്ലേസിലായിരുന്നു K കരുണാകരൻ. ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ പോലും നിർണയിക്കുവാൻ കഴിവുള്ള ഒരു നേതാവായി അദ്ദേഹം വളർന്നു. അപ്പോൾ ചോദ്യമുണ്ട്, എന്തിനാണ് പത്മജ കോൺഗ്രസ് വിട്ടു പോയത്? വളരെ സിമ്പിളായിട്ട് പറയാം, വളരെ സിമ്പിളാണ്. അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നാൽ ഇനി പ്രതീക്ഷയില്ല. അതാണ് പരമപ്രധാനം. ഇത് അന്വേഷിച്ച് നിങ്ങൾ വലിയ റിസർച്ചും റോക്കറ്റ് സയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അതായത് രാഷ്ട്രീയം കാണുന്നവരും രാഷ്ട്രീയക്കാർക്കും വളരെ കൃത്യമായിട്ടറിയാം, വരാൻ പോകുന്ന 35-40 കൊല്ലം കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിൽ അധികാരത്തിൽ വരില്ല. അതാണ് നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത്, ഇനി കേരളത്തിൽ വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ ഇതേ രീതിയിലാണ് കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പോകുന്നതെങ്കിൽ വളരെ കൃത്യമായിട്ട് പറയാം, കോൺഗ്രസ് പാർട്ടി 2026 കേരളത്തിൽ അധികാരത്തിൽ വരത്തില്ല. ഇതാണ് 2 ഫാക്ടേഴ്സ്, മേജറായിട്ടുള്ള ഫാക്ടർ ഇതൊക്കെയാണ്. അപ്പോൾ അടുത്ത ചോദ്യം, ഇപ്പം എത്രമാത്രം പേര് ഇനിയും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും BJPയിലേക്ക് പോകും ചോദ്യമാണ്. വളരെ കൃത്യമായിട്ട് പറയാം, അടുത്ത 1 വർഷത്തിനുള്ളിൽ പത്മജ വേണുഗോപാലിനെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്ത അവരുടെ ബ്രദർ, അതായത് K മുരളീധരനായിരിക്കും 1 വർഷത്തിനുള്ളിൽ അടുത്ത് BJPയിൽ പോകുന്ന നേതാവ്. ഞാനിത് പ്രൊഫസിയായിട്ട് പറയുകയാണ്, നിങ്ങൾക്കിത് എഴുതി വെക്കാം. കാരണം ഈ വടകര ഇലക്ഷനിൽ അദ്ദേഹം തോക്കും. വടകര ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ചാൻസ് ഇല്ല. അതായത് കേരളത്തിൽ ഏത് മണ്ഡലത്തിലാണ് K മുരളീധരനെ കോൺഗ്രസ് പാർട്ടി നിർത്തി ജയിപ്പിക്കാൻ പറ്റിയൊരു മണ്ഡലം നിങ്ങൾ പറയാം? ഒരു മണ്ഡലവും ഇല്ല. പിന്നെ അടുത്ത പോസിബിൾ ഓപ്ഷൻ എന്തോ? കേരളത്തിൽ അധികാരത്തിൽ വരികയില്ല. അതായത് K മുരളീധരനെ ഒരു കാരണവശാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മുന്നോട്ട് കൊണ്ടുവരുവാൻ വേണ്ടി ഇപ്പോഴത്തെ നേതാക്കളായ K സുധാകരനാണെങ്കിലും സതീശനാണെങ്കിലും ഇവരൊന്നും ഒരു കാരണവശാലും സമ്മതിക്കില്ല. അടുത്ത അയാളുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് BJP തന്നെയാണ്. പിന്നെ മറ്റൊരു പ്രൊഫസിയും കൂടെ ഞാൻ പറയാം, വളരെ പ്രിഡിക്ഷൻ പറയാം. ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിയുമ്പോൾ കോൺഗ്രസ്സിന് കിട്ടാൻ സാധ്യതയുള്ളത് 7-8 പാർലമെൻറ്റ് സീറ്റ് മാത്രമായിരിക്കും. അല്ല, കഴിഞ്ഞ പ്രാവശ്യം 19 കിട്ടി, ഇപ്പോൾ അതൊന്നും നടക്കത്തില്ല. 7-8 സീറ്റ് കിട്ടും. അത് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, പൊന്നാനിയിൽ മുസ്ലിം ലീഗ് തോക്കും. കൃത്യമായിട്ടാണ് പറയുന്നത്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പറഞ്ഞതാണ് തോറ്റുപോകുന്നത്. അതിൻ്റെ പേരിലാണ് ET മുഹമ്മദ് ബഷീർ ആ സീറ്റിൽ നിന്ന് മലപ്പുറത്തോട്ട് മാറിയത്. അതിന് വലിയ കൂടുതൽ ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അയാൾ പിന്നെ മലപ്പുറം സീറ്റിൽ, അതായത് ET മുഹമ്മദ് ബഷീർ മത്സരിക്കുന്ന സീറ്റിൽ ബഷീർ ജയിക്കും. പക്ഷെ അതിഭയങ്കരമായ മത്സരം നടക്കും. അതായത് പുതിയതായിട്ട് വന്ന മുസ്ലിം വോട്ടേഴ്സ്, അതായത് ഈ
ഈ മലപ്പുറം ആ ഭാഗത്ത് വന്നേക്കുന്ന വോട്ടേഴ്സ് ഇവരെല്ലാം ആൻറ്റി മുസ്ലിം ലീഗാണ്, ഇവരെല്ലാം ആൻറ്റി കോൺഗ്രസ് ആണ്. ബേസിക്കലി ഇവർക്ക് താല്പര്യം ഈ ലെഫ്റ്റും CPM-ആയിട്ടുള്ള താല്പര്യമാണ് കൂടുതലും. പ്രധാനമായിട്ട് എൻ്റെ കാരണം എന്ന് പറയുന്നത് ലീഗും അവരുടെ കൂടെ നിൽക്കുന്നവർക്കും ഒരു മോഡേണിറ്റി കൊണ്ടുവരുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പെൺകുട്ടികളാണെങ്കിൽ അതിഭയങ്കരമായിട്ട് മുസ്ലിം ലീഗിനെ എതിർക്കുന്നുണ്ട്. പുതിയ വോട്ടേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഏകദേശം 18-നും 30-നും പ്രായമുള്ള 35-നും പ്രായമുള്ള വോട്ടേഴ്സ് അവർ ഈ ലീഗിന് വോട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് പൊന്നാനിയിൽ അവർ തോക്കുന്നത്. നമ്പർ 1. നമ്പർ 2, മലപ്പുറത്ത് വസീം എന്ന പേര് തോന്നുന്നത് DYFIയുടെ നേതാവ് നല്ല മത്സരം കൊടുക്കും ബഷീറിന്. ബഷീർ അങ്ങനെ കേക്ക് വാക്കൊന്നും ആയിരിക്കുകയില്ല. പിന്നെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു സ്വഭാവം ഈ കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് അവർ വ്യക്തമായിട്ട് കോൺഗ്രസ് പാർട്ടിയെ പഠിച്ചു. BJP എതിർക്കാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിയത്തില്ല. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡാണെങ്കിലും മറ്റുള്ള പല ഇഷ്യൂവിലും ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് BJP-യുമായിട്ട് ഒത്തുപോകുന്ന രീതിയിലാണ് അവർക്ക് തോന്നുന്നത്. ഇപ്പോൾ ട്രിപ്പിൾ തലാഖ് ഇഷ്യൂ ആണെങ്കിലും ഈ പല ഇഷ്യൂ ആണെങ്കിലും അതുകൊണ്ട് ഈ മുസ്ലിം വോട്ടേഴ്സ് ബഹുഭൂരിപക്ഷം മുസ്ലിം വോട്ടേഴ്സ് ഈ കോൺഗ്രസും UDF-നെയും ഏതാണ്ട് ഗുഡ് ബൈ പറഞ്ഞു. ഇതിൻ്റെ പേരിൽ ഞാൻ പറയാം ഏറ്റവും കൂടുതൽ കേരളത്തിൽ പാർലമെൻറ്റിൽ സീറ്റ് കിട്ടാൻ പോകുന്ന LDF-നായിരിക്കും. CPM സീറ്റ് കൂടുതൽ കൊയ്യും. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, പിണറായി വിജയനെതിരെ ഇത്രമാത്രം ഇൻകംപൻസി ഫാക്ടേഴ്സ്, അതായത് ശരിക്കും വോട്ടേഴ്സിന് ചതുർത്ഥിയുണ്ട്. എന്നാൽ പോലും അവിടെ CPM-നും LDF-നും കൂടുതൽ വോട്ടുകൾ 2024 പാർലമെൻറ്റ് ഇലക്ഷനിൽ കിട്ടാനുണ്ടാകുന്ന കാരണം മുസ്ലിം വോട്ടേഴ്സ് നല്ലപോലെ ഷിഫ്റ്റ് ചെയ്തു CPM-ലോട്ട്. അതാണ് മേജർ ഫാക്ടർ. അതുകൊണ്ടാണ് 2026 ഇലക്ഷൻ അസംബ്ലി ഇലക്ഷനിൽ ഒരു കാരണവശാലും UDF അധികാരത്തിൽ വരില്ല എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് എത്രമാത്രം കോൺഗ്രസിൻ്റെ നേതാക്കൾ കേരളത്തിലുള്ളവർ BJP-ലോട്ട് പോകും, ഇതാണ് അടുത്ത ചോദ്യം. അതായത് കൃത്യമായിട്ട് പറയാം, ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിയുമ്പോൾ കോൺഗ്രസിന് 7-8 സീറ്റ് കിട്ടുമ്പോൾ ആദ്യത്തെ ഒരു വർഷം ഏകദേശം 20 മുതൽ 30% കോൺഗ്രസ് വർക്കേഴ്സും കോൺഗ്രസ് നേതാക്കളും BJP-ലോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് അസംബ്ലി ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ്, അതായത് 2026-ൻ്റെ തൊട്ട് മുമ്പ് ഏകദേശം കോൺഗ്രസിൽ നിന്ന് 50 മുതൽ 60% നേതാക്കളും പ്രവർത്തകരും BJP-യിൽ പോകും. ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്. അതിനകത്ത് ഇന്ന് കോൺഗ്രസിൽ നിൽക്കുന്ന തലമൂത്ത പല നേതാക്കളെ എനിക്കറിയാം BJP-യുമായിട്ട് സംഭാഷണം നടത്തുന്നുണ്ട്. കാരണം അവർക്ക് BJP-യിലോട്ട് പോകാൻ വഴി തുറക്കാൻ വേണ്ടി എനിക്ക് നേരിട്ടറിയാവുന്ന പലരും ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. വലിയ ഷോക്കൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. പത്മജ വേണുഗോപാലും അതേപോലെ അനിൽ ആൻ്റണിയും ഒക്കെ പോയത് പല സാഹചര്യങ്ങളും പല ഇഷ്യൂ ആയിരിക്കും. പക്ഷെ ജെനുവിനായിട്ടുള്ള ഒരു ഒഴുക്കുണ്ടാകാൻ പോവുകയാണ് ഈ പാർലമെൻറ്റ് ഇലക്ഷന് ശേഷം. ഞാൻ വീണ്ടും പറയുന്നു, ആദ്യം ഒരു 20-30% ആദ്യത്തെ വർഷം പോകും. അസംബ്ലി ഇലക്ഷൻ 2026 അടുക്കുന്നതോടുകൂടി ഏകദേശം 40-50% പേര് കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക് പോകും. മറ്റൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, 2024 ഇലക്ഷനിൽ BJP, അതായത് പാർലമെൻറ്റ് ഇലക്ഷൻ 2-3 സീറ്റ് പിടിച്ചാൽ ഒരു കാര്യം ഓർമ്മ വെച്ചോളൂ, CPM-ൻ്റെ തലയ്ക്കകത്ത് കയറ്റാൻ വേണ്ടി പറയുകയാണ്, പിന്നെ അടി കിട്ടാൻ പോകുന്ന CPM-നാണ്. നിയമസഭാ ഇലക്ഷനിൽ അടി കിട്ടും CPM-ന്. അടി കിട്ടുന്ന സമയത്ത് അവർ മുസ്ലിം ലീഗുമായിട്ട് ടൈപ്പ് ആകും. മുസ്ലിം ലീഗും CPM-ആയിട്ട് ടൈപ്പ് ആയാൽ പിന്നെ ഉണ്ടാകുന്ന സംഭവം, CPM-നകത്ത് നിൽക്കുന്ന ബഹുഭൂരിപക്ഷം, അല്ലാതെ നല്ലൊരു ഭൂരിപക്ഷം ഹിന്ദുക്കൾ അവർ BJP-ക്ക് അനുകൂലമായിട്ട് ചിന്തിക്കും. ഇതൊക്കെയാണ് കേരളത്തിലുണ്ടാകാൻ പോകുന്ന പൊളിറ്റിക്കൽ പോളറൈസേഷൻ.